പ്രിയപ്പെട്ടവരെ, ഷെയ്ക്ക് ഹാൻഡും തരാം, ഫോട്ടോ എടുക്കാം, എല്ലാം ചെയ്യാം. നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെയാണ് കാണാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ നെഞ്ചിടിപ്പ് ഉണ്ടാവില്ലേ? അതൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അതായത് പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് ഈ പേരുകളിൽ പറഞ്ഞ ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാത്ത് ഉണ്ടോ? ഇത് തമാശ പറയേണ്ട വിഷയമല്ല സുഹൃത്തെ, പ്ലീസ് മനസ്സിലാക്കൂ. ചില കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഈ പേരിലെ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയൂ, നിങ്ങളെയാണ് ഈ പേര് വിളിച്ചതെന്ന് പറയൂ. അവരെ കിട്ടുന്നവരെയും അവരുടെ ആൾക്കാർക്ക് അവരുടെ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ നമുക്കും ആ സമാധാനം ഉണ്ടാവരുത്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിച്ച് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കൂ പ്ലീസ്. ഓക്കെ, അതൊക്കെ ചെയ്യാം. ആ 2 ഫോട്ടോ തന്നവരും കൂടി തന്നോളൂ. ഓക്കെ, അത് ഞാൻ ടൊവിനോയ്ക്ക് കൊടുക്കാം. ടൊവിനോയിന് വേണ്ടി ഷരീഖ് വരച്ച ഫോട്ടോ തരൂ. മോനാണോ ഷരീഖ്? മോനാണോ വരച്ചത്? ഒരെണ്ണം ഡേറ്റ് കൊടുത്തോളൂ. ബേസിൽ ചേട്ടനും 2 പേർക്കും വരച്ചിട്ടുണ്ട്. ബേസിലിന് ഒരെണ്ണം ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായി എത്തുന്നു നിങ്ങളുടെ സ്വന്തം ടൊവിനോ തോമസ് ആൻഡ് ശ്രീകുട്ടൻ. കൊള്ളാല്ലേ? സാധനം കൊള്ളാം. വെരി നൈസ്, വി ആർ ലൈക്കിംഗ് ദിസ്. അപ്പം നമ്മുടെ ടൊവിനോ, ഡോക്ടർ ആനന്ദു എസ് പ്രൊഡക്ഷൻസ്, ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിരടി എന്ന ചിത്രത്തിൽ കോ പ്രൊഡ്യൂസേഴ്സ് ആയി എത്തി നിൽക്കുന്നു സമീർ താഹിർ ആൻഡ് ടൊവിനോ തോമസ്. പക്ഷേ ഇതില് ഒരു ഗായകനായി ഈ സിനിമയിൽ എത്തുന്ന ശ്രീകുട്ടനെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പള്ളിച്ചട്ടമ്പിക്ക് ശേഷം അതിരടിയിൽ എന്താണ് മലയാളി പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്? നമസ്കാരം കാലിക്കറ്റ്, സുഖാണോ? അത്ര അറിഞ്ഞാൽ മതി. അതായത് ഇവിടെ വരുന്നതിന് മുമ്പ് എല്ലാവരും ക്രൗഡ് ഉണ്ടാവോ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു നല്ല ക്രൗഡ് ഉണ്ടാവും. കാലിക്കറ്റാണ്, സിനിമയെയും ഞങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എപ്പോൾ കാലിക്കറ്റ് പ്രൊമോഷൻ വന്നാലും ഒരുപാട് സന്തോഷമാണ്. നിങ്ങളുടെയൊക്കെ കാണാനും നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം നേരിട്ട് അനുഭവിക്കാനും പറ്റുന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നതിന്, ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന്, ഞങ്ങളെ ഇങ്ങനെ സ്വീകരിക്കുന്നതിന്, ഈ സ്നേഹം തരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. പിന്നെ ഈ സിനിമയില് ഞാനൊരു ശ്രീകുട്ടൻ വെള്ളയാണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ ഇയാളൊരു സ്ട്രഗ്ലിംഗ് സിംഗറാണ്. നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ധാരണ ഇതിനെ പറ്റി കിട്ടും. ഞങ്ങൾ എന്തായാലും ഇതിനെപ്പറ്റി അധികം ക്യാരക്ടറിനെ പറ്റി സംസാരിക്കാത്തത് നിങ്ങളുടെ ആസ്വാദനത്തിനെ ബാധിക്കരുത്. തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സിനിമ എനിക്ക് വളരെ സ്പെഷ്യലാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറെ പേര് ഈ സിനിമയിലുണ്ട്. അവർക്ക് എല്ലാവർക്കും എനിക്കും ഈ സിനിമ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് അറിയാം. നിങ്ങൾക്കും കണ്ടു കഴിഞ്ഞ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഞങ്ങള് അതിരടി 14-ാം തീയതി മെയ് 14-ന് ഞങ്ങൾ എല്ലാവരും കുറെ സ്വപ്നം കണ്ട് കുറെ ഇഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചെയ്തിട്ടുള്ള ഈ സിനിമ 14-ാം തീയതി മുതൽ നിങ്ങളുടെയും കൂടെ സിനിമയാണ്. നിങ്ങൾ അതിനെ സ്വീകരിക്കുമെന്നും ഇഷ്ടപ്പെടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. അതെ, ടൊവിനോ തോമസ് ശ്രീകുട്ടനായി എത്തുന്നു. ഞാൻ നേരത്തെ ബേസിലിനോട് പറഞ്ഞ അതേ കാര്യമാണ്. ഇദ്ദേഹവും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് അല്ലെ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. അതിനുശേഷം ഐ തിങ്ക് ക്യാമ്പസ് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു സിനിമ? ഇല്ല, മെക്സിക്കൻ പോലെ അങ്ങനത്തെ, പിന്നെ ഗോതയിലും. പക്ഷെ ഇങ്ങനെ ഫൺ ആയിട്ടുള്ള ഈ ഒരു ഇതെന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്? ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ബേസിലിനെ എത്രയോ വർഷമായിട്ട് കാണുന്നതാണ്. ഇങ്ങനെ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഒരു സിനിമയിൽ, അല്ലേ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഉള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇത്രയും സമയമെടുത്ത് ബോഡി ട്രാൻസ്ഫോം ചെയ്ത്, അതായത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നന്നായിട്ട് അധ്വാനിക്കുന്നവർ, നന്നായിട്ട് അതിനെ പാഷനേറ്റ് ആയിട്ട് പലതും സാക്രിഫൈസ് ചെയ്ത് ഇതിനു വേണ്ടി തന്നെ നിൽക്കുന്നവർ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് വലിയൊരു സുഖമാണ്, അല്ലേ? നമുക്കും കൂടെ ആ സന്തോഷം തോന്നും, അല്ലേ?
അത് എൻ്റെ ഒരു സുഹൃത്തും കൂടെ ആയത് കാരണം കൊണ്ട് എനിക്ക് അതിനേക്കാൾ സന്തോഷമുണ്ട്. പിന്നെ ബേസിലെ മാത്രമല്ല, ഇതിലുള്ള അരുൺ അനിരുദ്ധൻ, ഞങ്ങൾക്ക് എത്രയോ വർഷമായിട്ട് ഞങ്ങൾ മിന്നൽ മുരളിയുടെ റൈറ്റേഴ്സിൽ ഒരാളാണ്. ഞങ്ങൾ മുമ്പും ഒരുമിച്ചൊരു സിനിമ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. അന്ന് അത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. ഇന്ന് നടന്നപ്പോ അത് അതിരടി എന്ന് പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയേറെ പ്രതീക്ഷയുള്ളൊരു സിനിമയായിട്ടാണ് നടന്നത്. പിന്നെ ഇതിൽ പോൾസൺ, റിയനെ എനിക്ക് കൊച്ചിലെ മുതലേ അറിയാം. ABCDയുടെ പ്രൊഡ്യൂസറുടെ മോളാണ്. അപ്പോ 2012 സമയത്ത് ഞാൻ കൊച്ചുകുട്ടിയായിട്ട് കണ്ടതാണ്. അത് കഴിഞ്ഞ് റിയ ഇപ്പോ സർവമായിലെ ഡെലുലു ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റി. അതേപോലെ തന്നെ ഈ സിനിമയിലും ഒരുപാട് ഇഷ്ടം പിടിച്ചു പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് വിഷ്ണു അഗസ്ത്യ. ഞങ്ങൾ മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഓഫ് ലൈറ്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് വിഷ്ണു അഗസ്ത്യയുടെ പെർഫോമൻസസ് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അഡ്മിറേഷൻ തോന്നുന്നുണ്ട്. ഗംഭീരമായിട്ട് ഈ സിനിമയിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമയിലെ ഒരു സീൻ ബേസിലും വിഷ്ണു അഗസ്ത്യയും കൂടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഷെൽവിൻ ഞങ്ങൾ മുമ്പ് നാരദലിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഷെൽവിനും ഇതിനകത്ത് പരശു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു ഗംഭീര ക്യാരക്ടറാണ് ചെയ്യുന്നത്. ത്രൂ ഔട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഈ സിനിമ കൊണ്ട് വലിയ ഗുണങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ധാരാളം എന്റർടൈൻമെന്റ് കിട്ടട്ടെ, ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സിനിമയാവട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു. Alright, അപ്പൊ ഞങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട്. ശ്രീകുട്ടൻ 15 വയസ്സ്, മുഹമ്മദ് ഷോബിയാർ ഷമൽ 19 വയസ്സ്, മറിയ 25 വയസ്സ്, ഫാത്തിമ ഷെൽഹ 16 വയസ്സ്. കോട്ടയത്ത് നിന്നും മറിയ മിസ്സിംഗ് ആണ്. ബിൻറ്റ ഇസ് മിസ്സിംഗ്. മുഹമ്മദ് ഷാഹിൽ ഇസ് മിസ്സിംഗ്. പിന്നെ നേരത്തെ ഒരു ഫസാന ആൻഡ് വയന എന്ന 2 പേരുകളും മിസ്സിംഗ് ആണ്. നമ്മൾ ഈ പേരുകൾ കേൾക്കുന്ന കുട്ടികൾ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ അടുത്തേക്ക് വരിക. നിങ്ങളുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലീസ് ബി സേഫ്. അതിന്റെ കൂടെ തന്നെ നമ്മളുടെ കൂടെ പ്രിയപ്പെട്ടവരെ, ഷെയ്ക്ക് ഹാൻഡും തരാം, ഫോട്ടോ എടുക്കാം, എല്ലാം ചെയ്യാം. നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെയാണ് കാണാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ നെഞ്ചിടിപ്പ് ഉണ്ടാവില്ലേ? അതൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അതായത് പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് ഈ പേരുകളിൽ പറഞ്ഞ ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാത്ത് ഉണ്ടോ? ഇത് തമാശ പറയേണ്ട വിഷയമല്ല സുഹൃത്തെ, പ്ലീസ് മനസ്സിലാക്കൂ. ചില കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഈ പേരിലെ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയൂ, നിങ്ങളെയാണ് ഈ പേര് വിളിച്ചതെന്ന് പറയൂ. അവരെ കിട്ടുന്നവരെയും അവരുടെ ആൾക്കാർക്ക്, അവരുടെ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ നമുക്കും ആ സമാധാനം ഉണ്ടാവരുത്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിച്ച് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കൂ പ്ലീസ്. എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, അതൊക്കെ ചെയ്യാം. ആ 2 ഫോട്ടോ തന്നവരും കൂടി തന്നോളൂ. ഓക്കെ, അത് ഞാൻ ടൊവിനോയ്ക്ക് കൊടുക്കാം. ടൊവിനോയിന് വേണ്ടി ഷരീഖ് വരച്ച ഫോട്ടോ തരൂ. മോനാണോ ഷരീഖ്? മോനാണോ വരച്ചത്? ഒരെണ്ണം നേരിട്ട് കൊടുത്തോളൂ. ബേസിൽ ചേട്ടനും 2 പേർക്കും വരച്ചിട്ടുണ്ട്. ബേസിലിന് ഒരെണ്ണം ഉണ്ട്.